അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാസുർ സുന്നയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രധാന സ്ഥാപനമായ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ നിന്ന് 13-ാം തീയതി പഠനാരംഭം കുറിക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രഭാഷണങ്ങളിൽ അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഒരു സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ചില സംസാരങ്ങൾ നടക്കുകയുണ്ടായി. ബഹുമാന്യരായ മുതിർന്ന അധ്യാപകർ, ബഹുമാനപ്പെട്ട MT ഉസ്താദിനെ പോലുള്ള ഉസ്താദുമാരുടെയൊക്കെ പ്രഭാഷണങ്ങൾക്ക് ശേഷം നടന്ന ഈ പരിപാടി തീർച്ചയായും തങ്ങളുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകങ്ങളുടെ നേതാക്കളായ ചില ആളുകളെ ഉന്നം വെച്ചുകൊണ്ടും അവരെ കുറിച്ച് മോശമായ ഒരു ചിത്രം കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം നടത്തിയൊരു പ്രഭാഷണമായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് വിഷയങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കലും അതിന്റെ ലക്ഷ്യമായിരുന്നു. ഞാൻ ആ പ്രഭാഷണത്തിന്റെ ശകലം നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. പലരും അത് വാട്സപ്പിലും മറ്റുമൊക്കെ അത് കേട്ടതായിരിക്കും. അതുകൊണ്ട് അത് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. മറിച്ച് അതിൽ പരാമർശിച്ച വിഷയങ്ങളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായും ജാമിഅ നൂരിയ അറബി കോളേജിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രചണ്ഡമായ പ്രചരണം നടക്കുന്നു എന്ന് ഹംസ ഹൈത്തമി പറയുകയുണ്ടായി. ആ വിഷയ സംബന്ധിയായി അല്പം വിശദീകരിക്കേണ്ടതുണ്ട്. ഈ അടുത്ത് കണ്ടുവരുന്ന ഒരു പുതിയ രീതിയാണ് ചില ആളുകൾ ചില സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഒക്കെ ചില പ്രധാന കേന്ദ്രങ്ങളിൽ കയറിയിരുന്ന് ഇരിക്കാൻ വേണ്ടി പൊതുസമൂഹത്തിന്റെ എല്ലാ പിന്തുണയും അവർക്ക് ആവശ്യമായിരിക്കും. പക്ഷേ ഉന്നത സ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ കീ പോസ്റ്റുകളിലോ അവരെത്തിയ ശേഷം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വ്യക്തി താല്പര്യങ്ങൾക്കും വേണ്ടി പല ക്രിയകളും അവരവിടെ ഇരുന്നു കൊണ്ട് ചെയ്യും. ആ അവരുടെ അഹങ്കാരവും അവരുടെ ധാർഷ്ട്യവും പ്രകടമായി അത് അമിതമാകുമ്പോൾ പൊതുസമൂഹത്തിന്റെ ഇടയിൽ അത് ചർച്ചയാവുകയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് ആ വിഷയത്തിൽ ചർച്ചകളോ നിയമ നടപടികളോ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ആക്ഷനുകളൊക്കെ വരുമ്പോൾ അത് ഒരു പ്രസ്ഥാനത്തെ തകർക്കാനാണ്, ഈ സംവിധാനത്തെ തകർക്കാനാണ് എന്ന രീതിയിൽ ഒരു തെറ്റായ പ്രചാരണം നടത്തി ജനങ്ങളുടെ ഇടയിൽ സ്വയം ഒരു ഇരവാദം ഉന്നയിക്കുന്ന ഒരു അവസ്ഥ, അത് പുതിയ ഒരു ട്രെൻഡാണ്. അതിന്റെ മറ്റൊരു തുടർച്ചയാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറും സമസ്തയുടെ മുതിർന്ന പണ്ഡിതന്മാരിൽ പ്രധാനിയും ആയ ജാമിഅ നൂരിയ അറബി കോളേജിലെ മുതിർന്ന അധ്യാപകരിൽപ്പെട്ടവരുമായ ബഹുമാനപ്പെട്ട അസ്ഗർ അൽ ഫൈസി ഉസ്താദിനെ അദ്ദേഹത്തിന്റെ ചില പ്രഭാഷണങ്ങളിലുള്ള പരാമർശങ്ങളാണ് എന്നൊക്കെ പുറത്തുനിന്ന് നമ്മൾ അറിഞ്ഞതാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതുവരെ അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നടത്തിയത് നമ്മളാരും കണ്ടിട്ടുമില്ല. അപ്പോ ആ രീതിയിൽ എന്തൊക്കെയോ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉസ്താദിനെ ജാമിഅയിൽ നിന്ന് പുറത്താക്കുകയാണ്. സ്വാഭാവികമായും ഉസ്താദിന്റെ ശിഷ്യന്മാരുടെ അൻസ്വാർ ത്വലബ എന്ന സംഘടന അതിനെതിരെ ഒരു പ്രതിഷേധ മഹാസംഗമം സംഘടിപ്പിച്ചു. പുറത്താക്കിയതിന്റെ പേരിൽ എന്തിനാണ് പ്രതിഷേധ സംഗമം എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ പുറത്താക്കിയതിന്റെ കാരണം ആർക്കും അറിയില്ല. ഇതുവരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ചാനലുകളിലൂടെയും മറ്റും നമ്മൾ അറിഞ്ഞ കാരണമാവട്ടെ ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം പറയുകയും ഈ ആദർശ വിഷയത്തിൽ സ്ഥിരതയില്ലാത്ത ആളുകൾ വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ഉലായികൽ അൻആമി വലഹും അവൽ എന്ന് പറഞ്ഞ രൂപത്തിൽ അവര് നാൽക്കാലികളെ പോലെ ആയിരിക്കും, സ്ഥിരതയില്ലാത്ത മനുഷ്യൻ നാൽക്കാലിയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക തുടങ്ങിയ പരാമർശങ്ങൾ ഉസ്താദ് നടത്തിയത്. അത് ചില ആളുകളൊക്കെ കൂടെ അവരുടെ അജണ്ടയുടെ ഭാഗമായി അത് ഇന്ന വ്യക്തിയെ കുറിച്ചാണ് എന്ന് അവർ സമർത്ഥിക്കുകയും എന്നിട്ട് അതിന്റെ പേരിൽ ഉസ്താദിനെ പുറത്താക്കുകയും ചെയ്തതായിട്ടാണ് ചാനലുകളിലൂടെയും മറ്റുമൊക്കെ നമ്മൾ അറിഞ്ഞത്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു പരാമർശത്തിന്റെ പേരിൽ നടപടിയെടുക്കേണ്ട രീതിയിലുള്ള ഒന്നും ആ പ്രസംഗത്തിൽ ഇല്ല എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥി സംഘടനയുടെ പരിപാടിയുമായി കേരളത്തിലുള്ള സുന്നി സമൂഹം ഒന്നടങ്കം എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് 10,000-കണക്കിന് സമസ്തയുടെ ഖാദിമീങ്ങളായ സുന്നികൾ അവിടെ തടിച്ചുകൂടി. ഈ പരിപാടിയെ സംബന്ധിച്ച് ഈ ഹംസ ഹൈത്തമി എന്ന് പറയുന്ന വ്യക്തി തന്റെ മുന്നിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളോട് അവതരിപ്പിക്കുന്നത് ജാമിഅയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രചണ്ഡമായ പ്രചരണം കാലങ്ങളായി ചില ആളുകൾ നടത്തുന്നുണ്ട് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സമസ്തയുടെ അഭിമാന സ്ഥാപനമായിരുന്നു ജാമിഅ നൂരിയ അറബി കോളേജ്, അതുപോലെ ദാറുൽ ഹുദ, അതുപോലെ വാഫി സംവിധാനം. ഈ 3 സംവിധാനത്തെയും തച്ച് തകർക്കാൻ വേണ്ടി മറ്റാരിൽ നിന്നോ അച്ചാരം വാങ്ങി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ അവർ വിജയിച്ചു കഴിഞ്ഞു, മറ്റൊന്നും ഏകദേശം വിജയിച്ചു. ഇനി ജാമിഅയാണ്, അതിന് പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട ഹംസ ഹൈത്തമിയോട് വളരെ മാന്യമായി ചോദിക്കാനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനമായ ജാമിഅ നൂരിയ അറബി കോളേജിനെതിരെ എങ്ങനെയാണ് ഉസ്താദെ സമസ്തക്കാരായ ആളുകൾ പ്രചരണം നടത്തുക? ഒരിക്കലും ജാമിഅക്കെതിരെ
ഇനിയിപ്പോ 14-ാം തീയതി അവിടെ ഒരു തട്ടിക്കൂട്ട് പരിപാടി നടക്കുന്നുണ്ടല്ലോ. തട്ടിക്കൂട്ട് പരിപാടി എന്ന് ഞാൻ പറയാൻ കാരണം, ജാമിഅയുടെ മറ പിടിച്ചുകൊണ്ട് ചില ആളുകൾ അവരുടെ വ്യക്തി താല്പര്യങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് 14-ാം തീയതി നടക്കുന്ന പരിപാടിയും. കാരണം സമസ്തക്ക് അതുമായിട്ട് യാതൊരു ബന്ധമുള്ളതായിട്ട് നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലും കൃത്യമായ വിശദീകരണം ഉണ്ടെങ്കിൽ കേൾക്കണം എന്ന് നമുക്ക് താല്പര്യമുണ്ട്. ഇരിക്കേണ്ട വിഷയം ഇതാണ്: ജാമിഅ നൂരിയ അറബിക് കോളേജിന് എതിരിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മറുവിഭാഗം എന്ന് നിങ്ങൾ ആരോപിക്കുന്ന സമസ്തയുടെ സമുന്നതരായ നേതൃത്വത്തിന്റെ കൂടെ നിൽക്കുന്ന, സമസ്തയുടെ നയ നിലപാടുകളെയും തീരുമാനങ്ങളെയും അംഗീകരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യണം എന്ന് വാദിക്കുന്ന യഥാർത്ഥ സമസ്തക്കാരായ ആളുകളെയാണല്ലോ നിങ്ങൾ മറുവിഭാഗം എന്ന് പറയുന്നത്. ഈ പറയപ്പെടുന്ന ആളുകളിൽ ആരെങ്കിലും ഇപ്പൊ പെരിന്തൽമണ്ണ നടന്ന പരിപാടിയിൽ പോലും പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിനെതിരിൽ ആ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും ആ സ്ഥാപനത്തെ പരാജയപ്പെടുത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ടും അവിടെ നിന്ന് ആരെങ്കിലും പ്രഭാഷണം നടത്തിയ ഒരു സെക്കൻഡ് വാക്ക് എങ്കിലും പൊതുസമൂഹത്തോട് കേൾപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും തന്റെ ഇടമുണ്ടോ? നിങ്ങളുടെ പക്കൽ അതിനുള്ള തെളിവുണ്ടോ? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ മറ്റോ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിനെതിരിൽ എഴുതുകയോ പറയുകയോ ചെയ്തത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്കതിന് സാധിക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ നിങ്ങൾ ജാമിഅക്കെതിരിൽ എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇരവാദത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെയൊക്കെ കൈക്രിയകളും വിക്രിയകളും മൂലം പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടായിത്തീർന്ന ആ ഡാമേജിന് നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയും അതുവഴി നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയുമുള്ള കളിയാണ് എന്നത് അല്ലേ ഉസ്താദെ യാഥാർത്ഥ്യം? നിങ്ങൾ ആ കൂട്ടത്തിൽ പറഞ്ഞു അവര് സമസ്തയുടെ സംവിധാനമായിരുന്ന ദാറുൽ ഹുദക്കെതിരെ, അതേപോലെ വാഫി സംവിധാനത്തിനെതിരെ ഒക്കെ അവർ ഈ സമീപനമാണ് സ്വീകരിച്ചത്, അതിൽ വാഫി സംവിധാനത്തിന്റെ വിഷയത്തിൽ അവർ വിജയിച്ചു എന്ന്. എന്റെ പൊന്നു ഉസ്താദെ, ഹംസ ഹൈത്തമിയോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആരോടാണ് ഈ സംസാരിക്കുന്നത്? നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളെ നെഞ്ചേറ്റിയ, സമസ്തയ്ക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരായ ആദർശബോധമുള്ള ആലിമീങ്ങളിൽ നിന്ന് 8-10 വർഷം കിതാബോധി പഠിച്ച് സനത് വാങ്ങാൻ വേണ്ടി, ബിരുദം വാങ്ങാൻ വേണ്ടി, ഉപരിപഠനത്തിന് വേണ്ടിയിട്ടാണ് അവർ ജാമിഅയിലേക്ക് വരുന്നത്. അവരോട് നിങ്ങൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ നിലവിലുള്ള വിഷയങ്ങളിലൊക്കെ നിങ്ങളെക്കാൾ നന്നായി ജാമിഅ നൂരിയ വഫിയ വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടെന്താണ്, ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ എന്താണ്, നടന്ന സംഭവങ്ങൾ എന്താണ് എന്നൊക്കെ നിങ്ങളെക്കാൾ കൃത്യമായി ആ കുട്ടികൾക്കറിയാം. 18 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള മക്കളാണത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ യൗവനത്തിലേക്ക് കടന്നിട്ടുണ്ട്. അവർക്ക് കൃത്യമായ നിലപാടുകളും ദിശ നിർണയിക്കപ്പെടുകയും ചെയ്ത വിദ്യാർത്ഥികളാണവർ. അതിന് പറ്റിയ പ്രാപ്തരായ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ച് 8-10 വർഷം കിതാബോധി പഠിച്ചിട്ടാണ് അവർ ജാമിഅയിലേക്ക് വരുന്നത്. അവരോടാണ് സംസാരിക്കുന്നത് എന്ന ബോധമെങ്കിലും വേണ്ടേ? അവർ ഈ വിഷയത്തിൽ എത്ര മോശമായിട്ടാണ് നിങ്ങളെ അവർ വിലയിരുത്തുക എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ? നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും, കാരണം നിങ്ങളുടെ ഒരു മകൻ വാഫിയാണ്, നിങ്ങൾക്ക് അതിൻ്റെതായ താല്പര്യങ്ങൾ ഉണ്ടാവും. അതിന്റെ പേരിൽ നിങ്ങൾ ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് സമസ്തയെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് വഫിയ വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിച്ചത്, നടപടി സ്വീകരിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 9 തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും, ആ നിർദ്ദേശങ്ങൾ അവർ അംഗീകരിക്കാൻ വേണ്ടി കൊടുത്ത നിർദ്ദേശങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ നാസിർ സുന്നയിലൂടെ നമ്മൾ തന്നെ പുറത്ത് കാണിച്ചതാണ്. ആ കത്തടക്കം, സമസ്ത കൊടുത്ത ആ ലെറ്റർ അടക്കം. അപ്പോൾ ആ രീതിയിൽ കൃത്യമായി കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരിക്കെ ആരോ ചില ആളുകൾ വാഫി സംവിധാനത്തെ തകർത്തു എന്ന് നിങ്ങൾ പറയുന്നത് ആർക്ക് വേണ്ടിയാണ് ഉസ്താദെ? നിങ്ങൾ ആരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരുടെയെങ്കിലും അച്ചാരം വാങ്ങിയിട്ടാണോ? അതല്ല തന്റെ മകനടക്കം വാഫി ആയതുകൊണ്ട് അവർക്ക് താങ്കൾക്ക് തള്ളി പറയാൻ കഴിയാത്തത് കൊണ്ടുള്ള വിഷമം കൊണ്ടാണോ? എന്താണെങ്കിലും ഈ മക്കൾക്ക് താങ്കളെക്കാൾ ആ വിഷയങ്ങൾ അറിയാം. പിന്നെ ദാറുൽ ഹുദയുമായി ബന്ധപ്പെട്ടാണ് താങ്കളുടെ പരാമർശം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരോ പ്രഭാഷകരോ ദാറുൽ ഹുദക്കെതിരെ, ആ സംവിധാനത്തിനെതിരെ ഒരിക്കലും എഴുതുകയോ പറയുകയോ ചെയ്യില്ല. എന്നാൽ ദാറുൽ ഹുദയുടെ മറ പറ്റിക്കൊണ്ട് നളന്ത യോഗം സംഘടിപ്പിക്കുക പോലുള്ള പരിപാടികൾ നടത്തി സമസ്തക്ക് സമാന്തരമായി സമ്മേളനങ്ങളും സംഗമങ്ങളും സംഘടിപ്പിക്കുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറക്കും സെക്രട്ടറിമാർക്കും നേതാക്കൾക്കുമെതിരെ പ്രമേയം പാസാക്കുകയും അവരെ പുറത്താക്കാനും അകത്താക്കാനും ഒക്കെ നടന്നൊരു സൂപ്പർ സമസ്ത ചമഞ്ഞുകൊണ്ട് ദാറുൽ ഹുദയുടെ മറപറ്റി അതിന്റെ പ്രവർത്തകരും അതിന്റെ ഉദ്യോഗസ്ഥരുമായ ആളുകൾ രംഗത്ത് വരുമ്പോൾ അത്തരം ആളുകൾക്കെതിരിൽ സമസ്തക്കാർ സംസാരിക്കും. ആ സംസാരത്തെ ദാറുൽ ഹുദക്കെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മറവിൽ ഇത്തരം ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന അതും ജനങ്ങൾക്ക് തിരിച്ചറിഞ്ഞതാണ് ഉസ്താദെ. ആ പണി തന്നെയാണ് താങ്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ
ദാറുൽ ഹുദയുമായി ബന്ധപ്പെട്ട ആളുകൾ, വിദ്യാർത്ഥികൾ, അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിലും മറ്റും പേജുകളും ഗ്രൂപ്പുകളും ക്രിയേറ്റ് ചെയ്ത് സമസ്തയുടെ അധ്യക്ഷനടക്കമുള്ള മുഷാവറ മെമ്പർമാരെ, ഇവിടെയുള്ള സുന്നികൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന സമുന്നതരായ സാത്വികരായ നേതാക്കളെയും പണ്ഡിതന്മാരെയും വളരെ മോശമായ രീതിയിൽ എഴുതുകയും പറയുകയും ചെയ്യുമ്പോൾ അത്തരം എഴുത്തുകൾക്കെതിരെ, അത്തരം സംസാരങ്ങൾക്കെതിരെ സമസ്തക്കാരായ സുന്നികൾ പ്രതികരിക്കും. അത് ദാറുൽ ഹുദക്കെതിരല്ല, അത് ആ എഴുതിയ അല്ലെങ്കിൽ ആ പറഞ്ഞ ആ ചെയ്ത ആളുകൾക്കെതിരെയാണ്. ഇത് പൊതുസമൂഹത്തിനറിയാം. ദാറുൽ ഹുദ സംവിധാനം തകർക്കുക എന്നത് ഒരിക്കലും ഒരു സമസ്തക്കാരൻ ചെയ്യില്ലല്ലോ. ആ പ്രസ്ഥാനം സമസ്തയുടെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം. എന്ന പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനമായ ജാമിഅയെ സംരക്ഷിക്കാനാണ്, അതിന്റെ പൈതൃക വഴിയിൽ നിലനിർത്താനാണ് ഏതൊരു സമസ്തക്കാരനും സുന്നിയും പ്രവർത്തിക്കുക. എന്നാൽ ജാമിഅ നൂരിയ അറബി കോളേജിന്റെ ഉള്ളിൽ അടുത്ത കാലത്ത് കയറി വന്ന് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ മറയിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടേതായ താല്പര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ താല്പര്യം നടത്താൻ വേണ്ടിയും അവരുടെ പണിയാളുകളായി പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായും സുന്നികളും സമസ്തക്കാരും ജാമിഅയെ സ്നേഹിക്കുന്ന ആളുകളും പ്രതികരിക്കും, ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്നത് ജാമിഅക്കെതിരെയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് അതിന്റെ മറവിൽ രക്ഷപ്പെടാനുള്ള കുതന്ത്രമൊക്കെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും വിലപ്പോവുകയില്ല എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ. അപ്പോ അദ്ദേഹം ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയത്. എന്നിട്ട് അദ്ദേഹം പെരിന്തൽമണ്ണയിൽ നടന്ന പ്രതിഷേധ മഹാസംഗമത്തിന് ഖണ്ഡനമാണ് ജാമിഅയിൽ 14-ാം തീയതി നടക്കുന്നത് എന്ന് പറയുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട ഉസ്താദെ, പെരിന്തൽമണ്ണയിൽ നടന്ന പരിപാടിക്ക് ഖണ്ഡനമാണെങ്കിൽ ആ പരിപാടിയിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി പ്രതിപാദിക്കണം. അതിന് നിങ്ങൾ ജാമിഅ വേദിയാക്കുന്നത് പോലും നിങ്ങളുടെ ദുഷ്ടലാക്കോടെയും ഇപ്പോൾ താൽക്കാലികമായി ചില ആളുകളുടെ കയ്യിൽ ജാമിഅ അകപ്പെട്ടതിന്റെ പ്രതിഫലനവുമാണ് അതിന്റെ കോമ്പൗണ്ടിനുള്ളിൽ അങ്ങനെ ഒരു പരിപാടി നടത്താൻ സാധിച്ചത്. മാത്രമല്ല, ജാമിഅയുടെ സമ്മേളനങ്ങൾ നടക്കുന്ന ഡേറ്റ് നേർച്ച നടക്കുന്ന ഡേറ്റ് പോലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാവുന്നതാണ്. പിന്നെ ഇപ്പോൾ നടക്കുന്ന ഈ തട്ടിക്കൂട്ട് പരിപാടിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നും ജനങ്ങൾക്കറിയാം. അതിന് നിങ്ങൾ ജാമിഅയുടെ കോമ്പൗണ്ട് തെരഞ്ഞെടുത്തത് എന്തിനാണ് എന്നും ജനങ്ങൾക്കറിയാം. കാരണം 1000 ചില്ലാനം വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ച 18 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ 1000 ചില്ലാനം വിദ്യാർത്ഥികളുള്ള ഒരു സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടിൽ പരിപാടി നടത്തുമ്പോൾ മുമ്പൊക്കെ സമസ്തയുടെ പ്രവർത്തകർ നടത്തുന്ന പരിപാടികൾക്ക് സമാന്തര പരിപാടി ഉണ്ടാക്കി ആളില്ലാതെ ലൈവ് കട്ടാക്കുകയും അതേപോലെ ഓഡിറ്റോറിയത്തിലേക്ക് മാറുകയും സമ്മേളനം നടത്തിയിട്ട് യോഗമാക്കി മാറ്റുകയും ആളുകളൊക്കെ എണീറ്റ് പോയി കാലിക്കസേരകളോട് സംസാരിക്കുകയും ചെയ്യേണ്ടി വന്ന ആ ഗതികേടിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാനുള്ള പുതിയ ഒരു അടവാണ് ഇതും. ജനങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിയാവുന്ന കാര്യങ്ങളാണ്. ആളുകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് വിലയിരുത്തുന്നുണ്ട് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ 2 വർഷം മുമ്പ് വിദ്യാർത്ഥികളോട് സമസ്തയുടെ നേതാക്കളെ കുറിച്ച്, SYSന്റെയും SKSFന്റെയും ഒക്കെ നേതാക്കളെ കുറിച്ച് ഒരു തെളിവുമില്ലാത്ത ആരോപണങ്ങൾ ആരോ എവിടെ പറഞ്ഞു എന്നുള്ള കരക്കമ്പികൾ കേട്ടിട്ട് വിദ്യാർത്ഥികളോട് അവർക്കെതിരെ അസഭ്യമായ ഭാഷയിൽ സംസാരിക്കുകയും വിദ്യാർത്ഥികൾക്ക് തന്നെ അറപ്പ് തോന്നിയിട്ട് വിദ്യാർത്ഥികൾ അത് പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് എത്തിക്കുകയും അതിന്റെ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി വിദ്യാർത്ഥികളുടെ മുമ്പിൽ അതിന് ന്യായം പറയുന്നത്, ഉരുണ്ട് കളിക്കുന്നതൊക്കെ ആ വീഡിയോയിൽ, ആ സംസാരത്തിലുണ്ട്. അതൊന്നും നമ്മളിപ്പോൾ ചർച്ചക്കെടുക്കുന്നില്ല. അതേപോലെ അടുത്തിടെ അദ്ദേഹത്തിന്റെ നൂരിഷാ ത്വരീഖത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് അതിൽ നിന്ന് അദ്ദേഹം തടിയൂരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. ലിയാവുദ്ദീൻ വൈസി ശക്തമായ താക്കീത് കൊടുത്തിട്ടുണ്ട്. നൂരിഷയുമായി ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ജാമ്യയിൽ നിന്ന് പുറത്താവുന്നൊക്കെ ലിയാവുദ്ദീൻ വൈസി പറഞ്ഞിട്ടുണ്ട്. ഏതോട്ടെ ആ നൂരിഷാ ബന്ധത്തിൽ അദ്ദേഹം ഒരു ഉരുണ്ട് കളിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നതൊക്കെ വളരെ ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം മരുമക്കള് നൂരിശക്കാരുണ്ട് വെച്ചിട്ട് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നത്. മരുമക്കളല്ലല്ലോ ഉസ്താദെ, നിങ്ങൾ 2 മക്കൾ തന്നെ നൂരിശക്കാരല്ലേ, നിഷേധിക്കാൻ പറ്റുമോ? ആ നൂരിശക്കാരായ 2 മക്കൾ, അവർ 2ആളും മൗലിയമാരാണ്. മാത്രമല്ല അവർ 2ആളും നൂരിഷാ ത്വരീഖത്തുകാരാണ്. മാത്രമല്ല ആ മക്കളെ കൊണ്ട് താങ്കൾ കല്യാണം കഴിപ്പിക്കുന്നത് നൂരിഷാ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ആ നൂരിഷാ ത്വരീഖത്താവട്ടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ശംസുൽ ഉലമയൊക്കെ ഹയാത്തിലുള്ള കാലത്ത് പിഴച്ച ത്വരീഖത്താണ്, അകന്നു നിൽക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്ത ത്വരീഖത്താണ്. എന്നിട്ട് താങ്കളുടെ അകത്തളത്തിൽ അടുക്കളയിൽ ഇപ്പോഴും ആ നൂരിഷാ ത്വരീഖത്തിന് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്കളാണെങ്കിൽ സമസ്തയുടെ സ്ഥാപനത്തിലെ അധ്യാപകനാണ് എന്ന് പറയുന്നു. താങ്കൾ ഭയങ്കര സമസ്തക്കാരനാണ് എന്നും പറയുന്നു. നൂരിഷാ ത്വരീഖത്തിന് വെള്ളവും വളവും നൽകുന്ന അടുക്കളയിൽ നിന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വളർച്ചയ്ക്ക് വേണ്ടി താങ്കൾ എങ്ങനെ പ്രവർത്തിക്കും എന്നാണ് ഈ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് തടിയൂരാൻ വേണ്ടിയും അദ്ദേഹം പല നിലക്കുള്ള സംസാരങ്ങളൊക്കെ അതിൽ നടത്തുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ വിശദമായി ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ചുരുക്കത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഇതാണ്: ജാമിഅ നൂരിയ അറബി കോളേജിന് എതിരിൽ സമസ്തക്കാരായ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചവരോ അല്ലെങ്കിൽ സമസ്തയുടെ കൂടെ നിൽക്കുന്നവരോ ഒരാളും ചെറുവിരൽ അനക്കുകയില്ല.
അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പൊരുതാനും അവരെ നേരിടാനും സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ സജ്ജരാണ്. അതിന്റെ ഭാഗമാണല്ലോ ജാമിഅ നൂരിയ അറബിക് കോളേജിൽ നിന്ന്, ജാമിഅയുടെ മറവിൽ നിന്നുകൊണ്ട് ചില ആളുകൾ അവരുടെ സ്വാർത്ഥതയും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചില ഇടപെടലുകൾ നടത്തിയപ്പോൾ അതിനെതിരെ സുന്നി സമൂഹം പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അത് ഇനിയും തുടരും. തീർച്ചയായും ജാമിഅ നൂരിയ അറബിക് കോളേജ് അതിന്റെ പൈതൃകത്തിൽ, യഥാർത്ഥ പൈതൃകത്തിൽ തന്നെ തുടർന്നു പോകും. കാരണം അതിന്റെ വാക്കിഫ്, അതിന്റെ സ്ഥാപക നേതാക്കളൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. ഒരാൾക്കും അവിടെ കളിക്കാൻ കഴിയുകയില്ല എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് പറയാനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനമാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജ്. അത് സമസ്തയുടെ നിയന്ത്രണത്തിലും സമസ്തയുടെ കീഴിലുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പരിഹസിക്കുക, സമസ്തയുടെ നേതാക്കളെ പരിഹസിക്കുക, സമസ്തയുടെ തീരുമാനങ്ങളെയും നയങ്ങളെയും പരിഹസിക്കുക, സമസ്തയുടെ അധ്യക്ഷനെ ട്രോളുക, ഇത്തരം ക്രിയകൾ ചെയ്യുന്ന ആളുകൾ ജാമിഅയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ ശക്തമായി സുന്നി സമൂഹം പ്രതികരിക്കും. അത് ജാമിഅക്കെതിരെയുള്ള പ്രതിഷേധമല്ല, ജാമിഅക്കെതിരെയുള്ള പ്രതികരണമല്ല, അത് ആ വ്യക്തികൾക്ക് മാത്രം എതിരെയുള്ള പ്രവർത്തനവും പ്രതികരണങ്ങളും മാത്രമാണ്. ജാമിഅയുടെ പൈതൃകത്തിൽ നിലനിർത്താനുള്ള പോരാട്ടമാണ്. അതിന്റെ ഭാഗമായി പൊതുസമൂഹം, സുന്നി സമൂഹം എന്ന് പറയുന്ന സമസ്തക്കാരായ സുന്നികളായ ആളുകൾ അതിന്റെ കൂടെ തന്നെ നിൽക്കും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ബാക്കി കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ ഇൻഷാ അള്ളാഹ് 14-ാം തീയതി പരിപാടിക്ക് ശേഷം വേണ്ടി വന്നാൽ വീണ്ടും നാസ്റു സുന്നയിൽ ഈ വിഷയം ചർച്ചയിൽ വരും. അസ്സലാമു അലൈക്കും.